ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി എക്സ്പ്രസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യോമ വിമാനത്താവളം നിലവിൽ വന്നിരിക്കുന്നു. എവിടെയാണത്? നമുക്കതിൽ നിന്നും എന്തെല്ലാം പഠിക്കാനുണ്ട്? ക്ലാസ്സിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യോമത്താവളം ഇനി ലഡാക്കിൽ. എവിടെയാണ് വരുന്നത്? ലഡാക്കിലാണ്. നമ്മുടെ ഇന്ത്യയിലെ ലഡാക്കിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യോമത്താവളം വരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യോമത്താവളം എന്ന ബഹുമതി ഇനി മുതൽ ഭാരതത്തിലെ നോമ എയർബേസിന്. എവിടെയാണ്? നോമ എയർബേസ് ആണ് ഈ ബഹുമതി നേടിയിരിക്കുന്നത്. നോമ എയർബേസ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളം എന്ന ബഹുമതി ഇനി മുതൽ ഭാരതത്തിലെ നോമ എയർബേസിന്. കിഴക്കൻ ലഡാക്കിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം 13,000 അടി ഉയരത്തിലാണ് നോമ എയർബേസ് നിർമ്മിച്ചിരിക്കുന്നത്. അതിർത്തിയിലെ ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്ന വിധത്തിലാണ് ഈ എയർബേസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 3 കിലോമീറ്റർ റൺവേ ആണ് എയർബേസിന്റെ പ്രത്യേകത. എത്രയാണ്? 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ റൺവേ ആണ് എയർബേസിന്റെ പ്രത്യേകത. പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സുഖോയ്, റാഫേൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങളും C-130J സൂപ്പർ ഹെർക്കുലീസ് പോലുള്ള ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് വിമാനങ്ങളും കൈകാര്യം ചെയ്യാനും നോമയ്ക്ക് കഴിയും. എന്താണ്? ഈ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നമ്മുടെ സുഖോയ്, റാഫേൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങളും C-130J സൂപ്പർ ഹെർക്കുലീസ് പോലുള്ള ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് വിമാനങ്ങളും കൈകാര്യം ചെയ്യാൻ നോമയ്ക്ക് കഴിയും. ഡെംചോക്, ഡെപ്പസാങ് എന്നീ 2 തർക്ക മേഖലകളിലും കരാർ പ്രകാരം ചൈന സേനാ പിന്മാറ്റം നടത്തിയ സാഹചര്യത്തിലാണ് ഭാരതം എയർബേസ് പ്രവർത്തനം സജ്ജമാക്കുന്നത്. ലഡാക്ക് അതിർത്തിയിലെ നോമ വിമാനത്താവളം അടിയന്തര ഘട്ടത്തിൽ ദ്രുതഗതിയിലുള്ള സേനാ വിന്യാസത്തിന് ഭാരതത്തിന് കരുത്തേകും. നോമ വ്യോമത്താവളത്തിന്റെ പ്രത്യേകതകളും അതിന്റെ ആവശ്യകതകളും എന്താണെന്ന് മനസ്സിലായല്ലോ. സഹറുവിന്റെ നോവലിന് ക്രോസ്വേഡ് അവാർഡ്. അപ്പോൾ എന്താണ് ഈ ക്രോസ്വേഡ് അവാർഡ്? ആരാണ് സഹറു? ഏത് നോവലിനാണ് ഈ പുരസ്കാരം കിട്ടിയത്? നോക്കാം. അരീക്കോട്ടെ ഗ്രാമത്തിൽ നിന്ന് ലോക സാഹിത്യത്തിലേക്ക് ചിറകടിച്ച് പറന്ന സഹറു നുസൈബ കണ്ണനാരിയുടെ ആദ്യ നോവലിന് ക്രോവേഡ് അവാർഡ്. അപ്പോ ആരാണ് സഹറു? സഹറു നുസൈബ കണ്ണനാരി. സഹറു നുസൈബ കണ്ണനാരിയുടെ ആദ്യ നോവലിനാണ് ക്രോവേഡ് അവാർഡ് ലഭിച്ചത്. ഏതാണ് ആ നോവൽ? ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. എന്താണ്? ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്നതാണ് നോവൽ. ഇംഗ്ലീഷ് നോവൽ കൂടിയാണിത്. അപ്പോൾ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിനാണ് അവാർഡ് ലഭിച്ചത്. മലയാളിയുടെ ഇംഗ്ലീഷ് നോവലിന് ആദ്യമായാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഒരു മലയാളിയുടെ ഇംഗ്ലീഷ് നോവലിന് ആദ്യമായാണ് ക്രോസ്വേഡ് പുരസ്കാരം ലഭിക്കുന്നത്. ഇംഗ്ലീഷിലും ഇന്ത്യൻ ഭാഷകളിലും ഇന്ത്യൻ വംശജരുടെ മികച്ച കൃതികളെ അംഗീകരിക്കുന്നതിനായി ഇന്ത്യയിൽ എല്ലാ വർഷവും നൽകി വരുന്ന അവാർഡാണ് ക്രോസ്വേഡ് ബുക്ക് അവാർഡ്. എന്താണ്? ഇംഗ്ലീഷിലും ഇന്ത്യൻ ഭാഷകളിലും ഇന്ത്യൻ വംശജരുടെ മികച്ച കൃതികളെ അംഗീകരിക്കുന്നതിനായി എല്ലാ വർഷവും നൽകി വരുന്ന അവാർഡാണ് ക്രോസ്വേഡ് ബുക്ക് അവാർഡ്. ഇന്ത്യയിലെ പ്രശസ്തമായ പുസ്തകശാലയായ ബുക്ക് സ്റ്റോഴ്സ് 1988 ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. അപ്പോ ഏത് പുസ്തകശാലയാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്? ബുക്ക് സ്റ്റോഴ്സ് ആണ്. ബുക്ക് സ്റ്റോഴ്സ് എന്നാണ് 1998 ഇന്ത്യയിലെ പ്രശസ്തമായ പുസ്തകശാലയായ ബുക്ക് സ്റ്റോഴ്സ് 1998 ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. സൽമാൻ റുഷ്ദി, അരുന്ധതി റോയ്, അമിതാഭ് ഘോഷ് എന്നിവർക്കും ക്രോസ്വേഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ്? സൽമാൻ റുഷ്ദി, അരുന്ധതി റോയ്, അമിതാഭ് ഘോഷ് എന്നിവർക്കും ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ക്രോസ്വേഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മികച്ച നോവലിനുള്ള JCB പുരസ്കാര പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 5 നോവലുകളിൽ ഒന്നായിരുന്നു സഹറുവിന്റേത്. ഫിക്ഷൻ വിഭാഗത്തിലാണ് സഹറുവിന്റെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവൽ പുരസ്കാരം നേടിയത്. ഏത് വിഭാഗമാണ്? ഫിക്ഷൻ വിഭാഗത്തിലാണ് ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവൽ പുരസ്കാരം നേടിയത്. ജയശ്രീ കളത്തിൽ വിവർത്തനം ചെയ്ത സന്ധ്യ മേരിയുടെ നോവൽ
മരിയ ജസ്റ്റ് മരിയ വിവർത്തന വിഭാഗത്തിൽ പുരസ്കാരം നേടി. എന്താണ്? ജയശ്രീ കളത്തിൽ വിവർത്തനം ചെയ്ത സന്ധ്യ മേരിയുടെ നോവലാണ് മരിയ ജസ്റ്റ് മരിയ എന്ന നോവൽ വിവർത്തന വിഭാഗത്തിൽ പുരസ്കാരം നേടി. അപ്പൊ സന്ധ്യ മേരിയുടെ നോവലാണ് മരിയ ജസ്റ്റ് മരിയ. ഇത് വിവർത്തനം ചെയ്തത് ജയശ്രീ കളത്തിലാണ്. അപ്പോൾ ഈ പുസ്തകം വിവർത്തന വിഭാഗത്തിൽ പുരസ്കാരം നേടി. ഫൈനലിൽ കലമുടച്ച് ഇന്ത്യ. അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ബംഗ്ലാദേശ് കിരീടം നിലനിർത്തി. അപ്പോൾ അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. ഇന്ത്യയെ തോൽപ്പിച്ചത് ആരാണ്? ബംഗ്ലാദേശാണ് ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം നിലനിർത്തി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണയും ബംഗ്ലാദേശ് തന്നെയായിരുന്നു വിജയി എന്ന് ഓർക്കുക. ബംഗ്ലാദേശ് തുടർച്ചയായ 2ാം തവണയും കിരീടത്തിൽ മുത്തമിടുകയാണ്. അപ്പോൾ എത്രാമത്തെ തവണയാണ്? 2ാം തവണ. തുടർച്ചയായ 2ാം തവണയാണ് ബംഗ്ലാദേശ് കിരീടത്തിൽ മുത്തമിടുന്നത്. 1989 ബംഗ്ലാദേശിലാണ് ആദ്യമായി ടൂർണമെന്റ് നടന്നത്. അപ്പോൾ ആദ്യമായി അണ്ടർ 19 ഏഷ്യ കപ്പ് ടൂർണമെന്റ് നടന്നത് 1989 വേദി എവിടെ തന്നെ ആയിരുന്നു? ബംഗ്ലാദേശിലായിരുന്നു. ഇന്ത്യ ആയിരുന്നു ആദ്യ ജേതാക്കൾ. അപ്പോൾ അതിന്റെ ദേഷ്യമായിരിക്കണം അവർ ഇത്തവണ നമ്മളോട് തീർത്തത്. അവരുടെ നാട്ടിൽ ആദ്യമായിട്ട് അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നടന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അവരെ തോൽപ്പിച്ച് കിരീടം നേടി. ഇന്ത്യയായിരുന്നു ആദ്യത്തെ അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. 1989 ബംഗ്ലാദേശിൽ വെച്ചാണ് ടൂർണമെന്റ് ആദ്യമായി നടന്നത്. 2ാം പതിപ്പ് 14 വർഷത്തിന് ശേഷം 2003 പാകിസ്ഥാനിൽ കളിച്ചു. അപ്പോൾ 1989 തുടങ്ങിയ ടൂർണമെന്റിന്റെ 2ാം പതിപ്പ് നടന്നത് 14 വർഷത്തിന് ശേഷമാണ്. 14 വർഷത്തിന് ശേഷം 2003 പാകിസ്ഥാനിൽ വെച്ചായിരുന്നു. അവിടെയും ഇന്ത്യ എന്ത് ചെയ്തു? കിരീടം നിലനിർത്തി. 2012 മലേഷ്യയിൽ നടന്ന 3ാം പതിപ്പിൽ ഫൈനൽ സമനിലയായതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായി ട്രോഫി പങ്കിട്ടു. അപ്പോൾ 2012 3ാം തവണ നടന്നത്. അതിലും ഇന്ത്യ വിജയി തന്നെയായിരുന്നു. പക്ഷെ എന്താണ്? സമനിലയിലായിരുന്നു. പാകിസ്ഥാനുമൊത്ത് നമ്മൾ ആ വിജയം പങ്കിടുകയാണ് ചെയ്തത്. ഏറ്റവും കൂടുതൽ തവണ അണ്ടർ 19 ഏഷ്യ കപ്പ് കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. 8 തവണയാണ് ഇന്ത്യ അണ്ടർ 19 ഏഷ്യ കപ്പ് കിരീടം നേടിയത്. അപ്പോൾ ബംഗ്ലാദേശിന്റെ വിജയം ചെറിയൊരു വിജയമല്ല. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യത്തെയാണ് തോൽപ്പിച്ച് ബംഗ്ലാദേശ് 2ാം തവണയും ഏഷ്യ കപ്പ് അണ്ടർ 19 ക്രിക്കറ്റ് കിരീടം നേടുന്നത്. മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം. എന്താണ്? പുതിയ ക്രിമിനൽ നിയമങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? ആ നഗരം? ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ് ആണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 8ാമത് എഡിഷൻ അതിഥി രാജ്യം ഏതാണ്? കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ, അതായത് KLFന്റെ 8ാമത് എഡിഷൻ അതിഥി രാജ്യം ഫ്രാൻസ് ആണ്. ഏത് രാജ്യമാണ്? ഫ്രാൻസ്. ദീർഘദൂര ബസ്സുകളിൽ തത്സമയ ടിക്കറ്റ് ബുക്കിംഗിനായി KSRTC ആരംഭിച്ച ആപ്പ് ഏത്? ദീർഘദൂര ബസ്സുകളിൽ തത്സമയ ടിക്കറ്റ് ബുക്കിംഗിനായി KSRTC ആരംഭിച്ച ആപ്പാണ് ചലോ ആപ്പ്. ഏതാണ്? ചലോ ആപ്പ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് പ്രമുഖ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ LICയുടെ ബീമാ സഖി യോജന. ഏതാണ്? ബീമാ സഖി യോജന ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പൊ എന്താണ് ആ സംരംഭം എന്നുകൂടി ഓർക്കുക. ബീമാ സഖി യോജന എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ആരാണ് നടപ്പിലാക്കുന്നത്? LIC ആണ്. ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയായ LIC ആണ് നടപ്പിലാക്കുന്നത്. എന്താണ് യോജനയുടെ പേര്? ബീമാ സഖി യോജന. ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ ആരാണ് എന്താണ് സെഗ്മെന്റിലേക്ക് കടക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു SCERT ടെക്സ്റ്റിലുള്ള ഒരു വ്യക്തിയുടെ പേരാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ആരായിരുന്നു അത്? EK ജാനകി അമ്മാളാണ്. ആരാണ്? EK ജാനകി അമ്മാൾ. അപ്പോൾ ഇന്നും SCERT ഫാക്ട് തന്നെയാണ്. SCERT 7ാം ക്ലാസ്സിലെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്.
താഴെ തന്നിരിക്കുന്നത് ഏത് പ്രദേശത്തിന്റെ അതിർത്തികളാണ്? താഴെ തന്നിരിക്കുന്നത് ഏത് പ്രദേശത്തിന്റെ അതിർത്തികളാണ്? വടക്ക് ഹിമാലയ പർവ്വതം, വടക്ക് ഹിമാലയ പർവ്വതം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് അരക്കൻ പർവ്വതനിര, കിഴക്ക് അരക്കൻ പർവ്വതനിര, പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര, പടിഞ്ഞാറ് ഏതാണ്? ഹിന്ദുക്കുഷ് പർവ്വതനിര. അപ്പോൾ വടക്ക് ഹിമാലയ പർവ്വതവും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് അരക്കൻ പർവ്വതനിരയും പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിരയുമുള്ള ഏത് പ്രദേശമാണിത്? ഇത് ഏത് പ്രദേശത്തിന്റെ അതിർത്തികളാണ്? അപ്പോൾ അറിയാവുന്നവരെല്ലാവരും കമന്റ് ചെയ്യുക. അറിയാത്തവർ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആരാണ് എന്താണ് സെഗ്മെന്റിൽ തീർച്ചയായും ഇതിന്റെ ഉത്തരം പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്